നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. ഏതാ ചാനൽ? നിങ്ങൾ ഏതാ ചാനൽ? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങൾ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് കയർക്കുന്ന ഒരു സീൻ കണ്ടതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്കെല്ലാം ഒരു പൊതുധാരണയുണ്ട് എന്നാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം ഒരു മിഥ്യാധാരണയുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു MLA ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു MP ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും വിളിച്ചു പറയാം എന്നൊരു ധാരണ അവർക്കുള്ളിൽ രൂഢമൂലമായി കിടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീമാൻ സുരേഷ് ഗോപി അടുത്ത കാലത്തായി 2 ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമപ്രവർത്തകരോട് കയർക്കുന്ന ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം പല ഇലക്ഷനുകളും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിലതിനെയൊക്കെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. കുറച്ചു കാലം എനിക്കും രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നുവല്ലോ. ഞാനും ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ ഒരു ചെറിയ നേതാവൊക്കെ ആയിരുന്നു. അവിടെ സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെയുള്ള, നമ്മൾ സ്വപ്നം കാണുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, എന്ന് കണ്ടതുകൊണ്ട്, എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവിടെ വിട്ട് എനിക്ക് പോരേണ്ടതായിട്ട് വന്നത്. കാര്യത്തിലേക്ക് വന്നാൽ, നമ്മൾ വോട്ട് ചെയ്യാനായിട്ട്, നമ്മളോട് വോട്ട് ചോദിക്കാനായിട്ട് വരുന്ന സമയത്തുള്ള അവരുടെ മുഖഭാവമല്ല പിന്നീട് അവർ വിജയിച്ചു കഴിഞ്ഞ് ഒരു പൊസിഷനിലേക്കൊക്കെ എത്തുമ്പോൾ പിന്നീട് ഉണ്ടാകുന്നത്. അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ അവരുടെ അടിമകളും അവർ നമ്മളുടെ യജമാനന്മാരുമാണ് എന്നാണ് അവരുടെ ഒരു ധാരണ. മിഥ്യാധാരണ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നീട് അവരെ 5 വർഷങ്ങൾക്കിടയ്ക്ക് അവരെ വലിച്ചിറക്കി താഴേക്കിടാൻ, അവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു നിയമം ഇവിടെയില്ല. അത് ഒരു തരത്തിൽ നല്ലതാണ്, മറ്റൊരു തരത്തിൽ അത് ദോഷകരവുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നതും ഘോരഘോരം അനാവശ്യങ്ങളൊക്കെ ചിലപ്പോഴെങ്കിലും, എല്ലാവരും എല്ലായ്പ്പോഴും എന്ന് പറയുന്നില്ല, ചിലരൊക്കെ ചിലപ്പോഴെങ്കിലും അവരുടെ നാവ് പിഴ കൊണ്ടൊക്കെ വന്നു പോകുന്ന, അവരുടെ ആവേശം കൊണ്ട് സംഭവിച്ചു പോകുന്ന ഒന്നായി അത് തീരുന്നുണ്ട്. അതിനെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഭിപ്രായം പറയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ അതിന് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ അഭിപ്രായം തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അഭിപ്രായപ്പെടുന്നത് അവർ കാണുന്നുണ്ടെങ്കിൽ, അവർ കേൾക്കുന്നുണ്ടെങ്കിൽ, അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ അത് തിരുത്തും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സുരേഷ് ഗോപിക്കുണ്ടായ ആ അപകടം ശരിക്കും സുരേഷ് ഗോപിക്ക് അബദ്ധം പറ്റിയതാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആവേശം മൂത്ത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ വന്നു പോയതാകാം. അല്ലെങ്കിൽ രാജ്യസഭയിൽ നടന്ന ആ ഏറ്റുമുട്ടലിൻ്റെ പ്രകമ്പനമായിരിക്കാം, അതിൻ്റെ ആ ഒരു അനുരണനമായിരിക്കാം പിന്നീട് സംഭവിച്ച ആ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം കയർത്തത്. അതൊക്കെ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. നിങ്ങളാരാണ്? മാധ്യമക്കാരാണോ? മാധ്യമമല്ല വലുത്, ജനങ്ങളാണ് വലുത് എന്നൊക്കെയാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. ഇങ്ങനെ അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയാണ്. കാരണം ഇവിടെ ഇടത് വലത് മുന്നണികളെ സഹിച്ച്
സഹികെട്ട് വെളികെട്ട് നിൽക്കുകയാണ് ജനം. അവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും അഴിമതിയും ഒക്കെ കണ്ട് ഗതികെട്ട് നിൽക്കുകയാണ് ഇവിടുത്തെ ജനം. ആ ജനതയ്ക്ക് ഒരു ആശ്വാസമായി വന്ന ആളുകളിൽ ഒരാളാണ് ശ്രീമാൻ സുരേഷ് ഗോപി. അദ്ദേഹം ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ജനങ്ങൾ, പെണ്ണുങ്ങൾ വരെ തെരുവിലിറങ്ങിയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കോഴിക്കോട് പോലീസ് സ്റ്റേഷന്റെ മുന്നിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഉള്ള വിശ്വാസം തന്നെയാണ്, അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കും, തങ്ങളുടെ രക്ഷകനാണ് സുരേഷ് ഗോപി എന്നുവരെ ധരിച്ച ആളുകളാണ് ഇവിടെയുള്ള തൃശ്ശൂർക്കാരെങ്കിലും. അതുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും 75,000-ൽ പരം വോട്ടുകൾക്ക് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് മന്ത്രിയാവുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അദ്ദേഹം നിയന്ത്രിക്കാനുണ്ട്, ഒരുപാട് അദ്ദേഹം നിയന്ത്രിക്കാനുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾ നിയന്ത്രിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ പൊസിഷന് ചേരാത്ത വാക്കുകളൊക്കെയാണ്. അസഭ്യം പറഞ്ഞു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അശ്ലീലം പറഞ്ഞു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തി എന്നുള്ളതല്ല. മാധ്യമങ്ങൾ നിങ്ങൾ ആരാണ് എന്ന് അദ്ദേഹം ഒരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്നു. ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് അത് അതിലും അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും അദ്ദേഹം പറയാൻ പാടില്ല. അതിലും ഭയങ്കരമായിട്ട് പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ അതുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യമല്ല. അവർ ചെയ്തല്ലോ ഞങ്ങളും ചെയ്യാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്. അദ്ദേഹം അത് പറയാൻ പാടില്ല. കാരണം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ തൂണുകളിൽ ഒന്നാണ് മാധ്യമങ്ങൾ. കപട മാധ്യമമോ എന്തോ ആവട്ടെ, ഇവിടെ നടക്കുന്നത് കച്ചവട മാധ്യമമാണ് എന്നുള്ള കാര്യം KM റോയി പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. കച്ചവട താല്പര്യങ്ങളാണ് ഇവിടെ മാധ്യമ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പക്ഷം പിടിക്കാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ശരി തന്നെ. നിങ്ങളാരാണ്? കൈരളി ചാനൽ ആയതുകൊണ്ട് അതങ്ങനെയാവും. ശരിയാണ്, കൈരളി ചാനലായതുകൊണ്ട് അതങ്ങനെയാവും. ജനം ചാനലാണെങ്കിൽ അതങ്ങനെയാവും. ഓരോ പക്ഷങ്ങളിങ്ങനെ പിടിക്കുകയാണ് ഓരോരുത്തർ പക്ഷം പിടിച്ചാണ് സംസാരിക്കുന്നത്. വൃത്താന്ത പത്രപ്രവർത്തനത്തിന്റെ നാരായ വേര് എന്ന് പറയുന്നത് അത് നിഷ്പക്ഷതയാണ് എന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് അറിയാം. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇതെല്ലാം കച്ചവട പത്രപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. പണത്തിന് വേണ്ടിയിട്ടുള്ള എന്തും പറയാം എന്നുള്ളതാണ് അവരുടെ ധാരണ. അപ്പോൾ ജനപ്രതിനിധികൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് എന്തും പറയാം. ഇങ്ങനെ പോയാൽ ഈ കാര്യങ്ങളൊന്നും ഒരിടത്തും എത്തുകയില്ല. ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ബി ജെ പിയുടെ കൂടെയുള്ള ആളുകളും. അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് ഇപ്പം ജബൽപൂരിൽ പ്രശ്നമുണ്ടായി. അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ആര് ചെയ്താലും നിർബന്ധിത മതപരിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കുറേ ആളുകൾ ബജറംഗദളിൻ്റെ ആളുകളൊക്കെ വന്ന് അവരെ ആക്രമിക്കുന്നത്. ആ മലയാളികളായിട്ടുള്ള അച്ഛന്മാരെയും ഒക്കെ ആക്രമിക്കുന്നത് അങ്ങനെയാണ്. അത് പോലീസുകാർ കണ്ടു നിന്നു എന്നാണ് പറയുന്നത്. ചെയ്യാൻ പാടില്ല, അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് നമ്മൾ ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ സമൂഹത്തിനോട് ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്. കാരണം അത് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് സഹിഷ്ണുത ഉള്ള ഓം സഹനാവവതു സഹനവും ഭുനക്തു സഹവീര്യം കരവാവതു എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ഹിന്ദു മതക്കാർ, ഹിന്ദു ധർമ്മക്കാർ, ഹിന്ദു വിശ്വാസികൾ. യഥാർത്ഥ ഹിന്ദു വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്. അതല്ലാതെ കപടമായിട്ടുള്ള ഹൈന്ദവ വിശ്വാസം പേറിക്കൊണ്ട് ഹിന്ദുത്വമോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ കുറച്ചുകൂടി പക്വത കാണിക്കുകയും അതിലേക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ പോലും അദ്ദേഹം പറയുകയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അപകടം പിടിച്ചതാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. ശരി, എന്നാൽ നേതാവ് പറഞ്ഞല്ലോ അപകടം പിടിച്ചതാണ് എന്ന് പറയാം. രാജീവ് ചന്ദ്രശേഖർ പിന്നീട് പറയുകയാണ് അത് അപകടമൊന്നുമില്ല. എന്നാ ശരി, ഓക്കെ, അപകടമില്ല. ഇങ്ങനെ പറയാനുള്ള ആൾക്കാരല്ല അണികള്. അതിന്റെ അപകടം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു നേതാവിന്റെ കുടുംബം വന്ന് എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും ചെയ്താലും അതിനെല്ലാം യെസ് പറയേണ്ട ഗതികേടിലേക്ക് അവരെത്തിയില്ലേ. അത് മനസ്സിലാക്കി പെരുമാറാനായിട്ട് BJPക്കാർക്ക് കഴിയണം. അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് പോവുകയുള്ളൂ. 2021 ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് BJPക്ക് അധികാരത്തിൽ വരാൻ സാധിക്കാതെ വന്നത്? കാരണം ആക്രാന്തം മൂത്താണ് അതെല്ലാം തകർന്ന് തരിപ്പണമായി പോയത്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഇനി ആയാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കൊച്ചു തെറ്റുകൾ നമ്മൾ തിരുത്തിയേ പറ്റൂ. ഇവിടെയുള്ള തെറ്റുകളെല്ലാം നമ്മൾ തിരുത്തി മുന്നോട്ട് പോകണം. സുരേഷ് ഗോപിക്ക് അത് കഴിയും, BJPക്കും അത് കഴിയണം. BJP അതിന് നേതൃത്വം കൊടുക്കുന്ന BJP ലീഡേഴ്സിനും അത് കഴിയണം. അവർക്കും തെറ്റുപറ്റാൻ പാടില്ല. മനുഷ്യനാണ്, തെറ്റുപറ്റിപ്പോയി, ക്ഷമ പറയാം. ക്ഷമ പറഞ്ഞില്ല എന്ന് കരുതിയും കുഴപ്പമൊന്നുമില്ല.
പിന്നീട് അത് ആവർത്തിക്കാതിരുന്നാൽ മതി.